നമസ്കാരം. നമുക്കൊപ്പം ചേരുന്നത് തമ്പി സാറാണ്. തമ്പി സാർ ഈ പറയുന്ന പോലെ സംസ്ഥാന അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു അധ്യാപകനാണ്. സാർ നമസ്കാരം. ഈ അധ്യാപകർക്കിടയിൽ എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച? ഇവിടെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മത്സരത്തിൽ വരുന്നു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താണ് അപ്പോൾ പൊതുവെ ഒരു സംസാരം എന്താണ്? പൊതുവിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും ശോഭിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി കാലത്ത് ഞാൻ അധ്യാപകനായിരുന്നു. ഞാനിപ്പോ 2020 വിരമിച്ചത്. അപ്പൊ ആ കാലത്തൊക്കെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ടതിന്റെ ഭാഗമായി വലിയ മാറ്റം സ്കൂളുകളിൽ ഉണ്ടായി. കാരണം വെച്ചാൽ എനിക്കറിയാം, ഇപ്പൊ ഈ അധ്യാപക വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ടി ടി സികളിൽ പൊതുവെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ജോലി കിട്ടാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവര് പഠിക്കാനായിട്ട് പോകാൻ ആളെ കിട്ടാറില്ല. അപ്പൊ അവര് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ പറയും, സാറേ എവിടെയെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരെ കിട്ടിയാൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ നിന്നും ഇപ്പോ ആ സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് ടി ടി സി അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലക്ഷമാണ്. കൊലഞ്ചേരി ടി ടി സിയിൽ എനിക്കറിയാം, മാനേജ്മെന്റ് സീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ്. അപ്പൊ അത്രയ്ക്ക് മാറ്റം ആ മേഖലയിൽ വന്നു. അതിൽ കുട്ടികളുടെ എണ്ണത്തിലാണെങ്കിലും വലിയ മാറ്റം വന്നു. ഏതാണ്ട് 10 ലക്ഷം കുട്ടികളോളം നമ്മൾ മറ്റ് ഈ CBSE പോലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വന്നു. അതിന് കാരണം എന്ന് വെച്ചാല് മന്ത്രിയുടെ ഒറ്റ ആ ഒരു അദ്ദേഹത്തിന്റെ തനതായ ശൈലി കൊണ്ട് ക്യാമ്പസ് ഒരു പാഠപുസ്തകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാമ്പസിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ക്യാമ്പസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ അതിനാണ് ജൈവവൈവിധ്യ പാർക്ക് തുടങ്ങിയത്. ജൈവവൈവിധ്യം എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും, അപ്പൊ അതിനകത്ത് ഈ ജലത്തിൽ വളരുന്ന ചെടി, താമര, അതുപോലെ ആമ്പലുകൾ വേണം, അതിനകത്ത് ജലജീവികള്, മറ്റു കാര്യങ്ങൾ. അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം പഠിക്കാവുന്ന ഒരു സാഹചര്യം ആ ജൈവവൈവിധ്യ പാർക്കും കൊണ്ട് തന്നെ. അതിന് ഒത്തിരി പൈസ അതിന് വേണ്ടി മുടക്കി. 25,000 രൂപ വെച്ച് ഒരു സ്കൂളിന് കിട്ടിയായിരുന്നു. ഞാൻ ജോലി ചെയ്ത സ്കൂളിലും കിട്ടി. അപ്പൊ അങ്ങനെ ആ മേഖല വളരുന്നതായി. അതുപോലെ അക്കാഡമിക് നിലവാരം ഏറ്റവും ഉയർത്തണം എന്നുള്ള കാര്യത്തിലേക്ക് വളരെ കടുംപിടുത്ത ഉള്ള ഒരു സ്വഭാവക്കാരനും അതുപോലെ തന്നെ ആ മാറ്റം തെളിയിച്ചിട്ടാണ് പോയത്. അതിപ്പോഴും അതിൻ്റെതായ അലയുലുകൾ സ്കൂളിൽ ഇപ്പോഴും നന്നായിട്ട് പൊതുവിദ്യാലയത്തിലുണ്ട്. ഞാനൊരു LP സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് 2020 വിരമിച്ചതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കന്യാറ്റനിരപ്പ്, നമ്മുടെ ചോറ്റാനിക്കര അടുത്തൊരു സ്കൂളാണ് കന്യാറ്റനിരപ്പ് LP സ്കൂള്. അപ്പൊ ആ സ്കൂളില് എനിക്കറിയാം വലിയ മാറ്റം. ഞാൻ പോയ സ്കൂളുകളിലൊക്കെ, ആ കാലത്ത് പോയ സ്കൂളുകളെല്ലാം കുട്ടികളുടെ എണ്ണം ഇരട്ടിയിലധികമായി. ഞാൻ പെരുമ്പാവൂരിന്റെ അടുത്തുള്ള ഒരു മുടക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ പോയി. ആ സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ 48 കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സ്കൂളിൽ തന്നെ 300ഓളം കുട്ടികളുണ്ട്. ഞാനിപ്പോ ഈ വാർഷികത്തിനോട് പോയതാണ്. അതുപോലെ ഞാൻ പോകുന്ന കന്യാട്രിപ്പിൽ ഞാൻ ചെല്ലുമ്പോൾ 142 കുട്ടികളാണ്. ഇപ്പൊ ഏതാണ്ട് അവിടെ 300 കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ വലിയ വർധന സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് ഈ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. അതായത് അടച്ചുപൂട്ടലിന്റെ വക്കിലിരുന്ന പല സ്കൂളുകളെയും രക്ഷപ്പെടുത്തിയ ഈ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ വരുമ്പോൾ അത് ചാലക്കുടിയുടെ രക്ഷകനായി മാറും. അദ്ദേഹം ചാലക്കുടി രക്ഷകനായിട്ട് മാറും. കാരണം വെച്ചാൽ നമ്മൾ പാർലമെന്റില് ചാലക്കുടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ മതേതരത്വവും അതുപോലെ നമ്മുടെ ഭരണഘടനയൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ജീവിതം തെളിയിക്കുന്ന ആളാണ്. നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്ന പോലെയുള്ളൊരു വ്യക്തിയാണ് രവീന്ദ്രനാഥ് മാഷ്. നാട്യങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരാണ്. നമ്മൾ ഇപ്പൊ കാണാലോ, അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഉയർന്ന നിലയിൽ നിന്നവർ താഴേക്ക് വരുമ്പോൾ അവർക്ക് വീണ്ടും ആ രൂപത്തിൽ തന്നെ പോകാനായിരിക്കും ആഗ്രഹം. അദ്ദേഹം ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ടൗണിൽ കൂടെ പോകുന്ന ഒരു കാഴ്ച അദ്ദേഹം പറയുന്ന ഒരു സന്ദേശം കൂടിയാ. കാരണം നമുക്ക് ഇന്ധനം ലാഭിക്കാം, അതോടൊപ്പം പൈസ ലാഭിക്കാം, ഒപ്പം തന്നെ നമുക്ക് വ്യായാമവും കൂടെ നടക്കും എന്നുള്ള ഒരു ഇതിലാണ് അദ്ദേഹം അത് ചെയ്തത്. എന്തായാലും വലിയൊരു മാതൃക. അദ്ദേഹം ഇവിടെ നിന്ന് ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പൊതുവിലെ ആളുകളുടെ ഒരു അഭിപ്രായം. കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ചില അവസ്ഥകൾ, ഇന്നസെന്റ് ഇവിടെ MP ആയിരുന്നു 5 വർഷം. ഈ കഴിഞ്ഞ ടേമിന് മുമ്പുള്ള അദ്ദേഹം MP ആയിരുന്ന കാലത്ത് ഉണ്ടായ വികസനം, ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന ഈ റോഡ്, ഈ ഭാഗത്തുള്ള റോഡുകൾ, കാര്യങ്ങള് എല്ലാം, ഒരുപാട് റോഡുകൾ അദ്ദേഹം ഇതിനകത്ത് കൊണ്ടുവരുന്ന കാര്യത്തില് വലിയ താല്പര്യം. 1750 കോടി രൂപയുടെ വികസനം ഈ 5 കൊല്ലം കൊണ്ട്, ഈ 5 കൊല്ലം, അതിന് തൊട്ടുമുള്ള 5 കൊല്ലം കൊണ്ട് ഇന്നസെന്റ് നടത്തിയെങ്കിൽ അതിലേറെ മാറ്റം കൊണ്ടുവരാനായിട്ട് എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിലെ പ്രതീക്ഷ. അദ്ദേഹം ജയിച്ചു വരണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം വെച്ചാൽ അദ്ദേഹം ജയിച്ചു വന്നാൽ അതിന്റെ ഗുണം ഈ മണ്ഡലത്തിന് അനുഭവിക്കാൻ പറ്റും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്.